നമസ്കാരം. അങ്ങനെ ഒടുവിൽ CPM സമ്മതിച്ചിരിക്കുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് CPM നേതാക്കളുടെ പെരുമാറ്റം കാരണമായെന്ന്. CPM അവലോകന റിപ്പോർട്ടിലാണ് ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നത്. നേതാക്കളുടെയും അതുപോലെ പ്രവർത്തകരുടെയും പെരുമാറ്റത്തെക്കുറിച്ച് വ്യാപകമായ പരാതികളാണ് പാർട്ടിക്ക് കിട്ടിയിരിക്കുന്നത്. മാത്രമല്ല, LDF അല്ലാതെ മറ്റാരുണ്ടെന്ന പ്രചാരണ വാചകം അതത്ര ആകർഷകമായില്ല. പ്രകടന പത്രികയ്ക്കും ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. പാർട്ടിക്കകത്തെ തെറ്റായ പ്രവണതകളും ആഡംബര ശൈലിയും അവമതിപ്പുണ്ടാക്കി. ഈ ആഡംബര ശൈലി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ ചുറ്റും ഒന്ന് കണ്ണോടിച്ചാൽ ഇങ്ങ് താഴെ തട്ടിലെ നേതാക്കന്മാർ മുതൽ ആഡംബര ജീവിതമാണ് നയിച്ചത്. ഞാൻ ആരുടെ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നമുക്ക് ചുറ്റും കാണാവുന്ന ഒരു കാര്യമാണ്, ഏറ്റവും താഴെ തട്ടിലുള്ള നേതാവ് പോലും, CPM നേതാവ് പോലും എത്രയോ ആഡംബരത്തിലാണ് ജീവിക്കുന്നത്. അവർക്കൊന്നും പ്രവർത്തകരെ കണ്ടാൽ പോലും അവർക്കൊന്നും ഒരു മൈൻഡുമല്ല. നേതാക്കളും പ്രവർത്തകരും പെരുമാറ്റം നന്നാക്കുകയും ജനങ്ങളുമായി കൂടുതൽ സൗഹൃദം കാത്തു സൂക്ഷിക്കുകയും വേണം. അതാണ് CPM അവലോകന റിപ്പോർട്ടിൽ പറയുന്നത്. CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലെ ക്രമക്കേടുകൾ അത് ജനങ്ങളെ ഒരുപാട് സ്വാധീനിച്ചു. അത് തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും സ്ഥാനാർത്ഥി നിർണയത്തിൽ സംസ്ഥാന നേതൃത്വത്തിനും വീഴ്ചയുണ്ടായെന്നും ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്ത സ്ഥാനാർത്ഥികളുടെ പേരുകൾക്ക് നേതൃത്വം അംഗീകാരം നൽകുകയാണ് ചെയ്തത്. അവിടെ വിമതന്മാർ മത്സരിച്ചതോടെ പാർട്ടിയുടെ മതിപ്പ് കുറഞ്ഞു. തോൽപ്പിച്ചത് CPI ആണെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തി. അവിടെയല്ല, മറ്റു ചില മണ്ഡലങ്ങളിൽ CPI മത്സരിച്ച ചാത്തന്നൂരും ചടയമംഗലവും, ഈ രണ്ട് മണ്ഡലങ്ങളിലെ പരാജയത്തിന് കാരണം CPIയിൽ നിലനിന്ന സംഘടനാ പ്രശ്നങ്ങളാണെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇടതുമുന്നണിക്ക് വലിയ സ്വാധീനമുള്ള മണ്ഡലങ്ങളാണ് ചാത്തന്നൂരും ചടയമംഗലവും. പക്ഷേ ചാത്തന്നൂരിൽ BJP ആണ് വിജയിച്ചത്, ചടയമംഗലത്ത് കോൺഗ്രസ്. ചടയമംഗലത്ത് പണ്ട് കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്, ചാത്തന്നൂരിലും പണ്ട് ജയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായി ചാത്തന്നൂരിൽ ഇടതുമുന്നണിയാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് CPI. അവിടെ ഇടതു വോട്ടുകളാണ് BJPയിലേക്ക് ചോർന്നത്. അവലോകന റിപ്പോർട്ട് വിലയിരുത്തിയാൽ CPI വോട്ടുകൾ BJPക്ക് പോയി എന്ന് വേണം കരുതാൻ. ഈ രണ്ട് മണ്ഡലങ്ങളിലും CPIയിൽ വിഭാഗീയത കൊടികുത്തി വാഴുകയായിരുന്നു. ചടയമംഗലത്ത് മന്ത്രി ചിഞ്ചു റാണി, അവർക്ക് വോട്ടർമാരെ പോയിട്ട് പാർട്ടി പ്രവർത്തകരെ പോലും അറിയില്ലായിരുന്നു മന്ത്രിയായതിനു ശേഷം. കാരണം അവരേതോ സ്വപ്ന ലോകത്തായിരുന്നു. അവർ തറയിൽ കൂടിയല്ല നടന്നത്, അത്രയ്ക്ക് അഹങ്കാരമായിരുന്നു. ചാത്തന്നൂരിൽ എന്നും വിവാദങ്ങളായിരുന്നു. അതുപോലെ PM ശ്രീയിലും CPIയെ ഈ അവലോകന റിപ്പോർട്ട് കുറ്റപ്പെടുത്തുന്നു. ഇത് സംബന്ധിച്ച വിവാദം BJPയുമായി ഡീലുണ്ടെന്ന UDF പ്രചാരണത്തിന് ഇടയാക്കിയത്രേ. ഘടകകക്ഷികൾ മത്സരിച്ച കൽപ്പറ്റ, എലത്തൂർ, കുട്ടനാട്, കോവളം തുടങ്ങിയ സീറ്റുകളിലെ പരാജയത്തിൽ ഇടയാക്കിയത് സ്ഥാനാർത്ഥി നിർണയത്തിലെ പോരായ്മയാണ്. എന്നാൽ എല്ലാ മണ്ഡലത്തിലും പരാജയപ്പെട്ട കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ കുറിച്ച് റിപ്പോർട്ടിൽ ഒരു പരാമർശവുമില്ല. പാർട്ടിയുടെ ഭാവി പ്രവർത്തനത്തിന് കർമ്മ പദ്ധതി തയ്യാറാക്കാനുള്ള തീരുമാനത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് പൊതുജനങ്ങളുടെ ഇടയിൽ നിന്ന്. 20,000-ഓളം നിർദ്ദേശങ്ങളാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പാർട്ടിക്ക് ലഭിച്ചത്. CPM വെബ്സൈറ്റ്, ഇമെയിൽ, വാട്സാപ്പ് എന്നിവ വഴി പൊതുജനങ്ങൾക്ക് നിർദ്ദേശം സമർപ്പിക്കാം. ഇനിയും അതിനുള്ള അവസരങ്ങളുണ്ട്.